ഇരുവരും ഓടി കുറച്ചു മാറിയായി മറഞ്ഞു നിന്നു. അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പ്രയാസമായിരുന്നു. അപ്പോഴേക്കും ആ കാർ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അവളെ കണ്ടതുകൊണ്ടാകും ആ കാർ അവിടെ നിന്നു. ശാരിക ആ കാറിലേക്ക് നോക്കി. ഒരാൾ ആ കാറിൽ നിന്നും ഇറങ്ങി. ശാരികയെ ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ നാട്ടിൽ പുതിയതായിട്ടാണെന്ന് തോന്നുന്നു. ശാരിക ആദ്യമായിട്ടാണ് ആ സ്ത്രീയെ കാണുന്നത്. അവർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തെങ്കിലും പറ്റിയോ മോളെ? അവർ അവളോട് ചോദിച്ചു. ഇല്ല. ഡ്രസ്സ് മുഴുവൻ അഴുക്കായല്ലോ? അവർ അവളെ അടിമുടി നോക്കി. മറഞ്ഞു നിന്ന മഹി ആ സ്ത്രീയെ തന്നെ നോക്കി. അവരെ നല്ല പരിചയമുണ്ടായിരുന്നു. എടാ, അത് നിന്റെ ജർമ്മനിയിലുള്ള അമ്മാവൻ്റെ കൂട്ടുകാരന് പിടികിട്ടി. ഇവരെന്താ ഇവിടെ? മഹി കാറിലേക്ക് നോക്കി. അവൻ്റെ അമ്മാവൻ അതിനുള്ളിലുണ്ടായിരുന്നു. മടങ്ങി വരുവാണ് എന്ന് മഹിക്ക് മനസ്സിലായി. എടാ, ഞാൻ വീട്ടിലേക്ക് പോകുവാണ്. അച്ഛനെ ഈ വിവരം അറിയിക്കണം. മഹി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. കാറിൽ നിന്നും ഹോണടി വന്നു. ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. ഞാൻ വീട്ടിൽ കൊണ്ടാക്കണോ? അവർ അവളോട് ചോദിച്ചു. വേണ്ട, ഞാൻ പൊയ്ക്കോളാം, അവൾ അവരോട് പറഞ്ഞു. പിന്നെയും കാറിൽ നിന്നും ഹോണടി വന്നു. സൂക്ഷിച്ചു പോണേ, അവളോട് അതും പറഞ്ഞ് ആ സ്ത്രീ തിരികെ കാറിലേക്ക് കയറി. ആരാണോ പ്രായത്തിന് മുകളിൽ അവർ വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ. പ്രായത്തിലാണോ പക്വത? എൻ്റെ കൺസെപ്റ്റ് അതാണ്. നാളെ നീ വിവാഹം ചെയ്യുന്നത് നിന്നേക്കാൾ മുതിർന്ന ഒരു പെണ്ണിനെ ആണെങ്കിൽ അവൾക്ക് വേണം അവിടെ മുൻഗണന കൊടുക്കാൻ. നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? എനിക്ക് ഏതായാലും പ്രായത്തിൽ മുതിർന്നതായി ഇരുന്നാൽ മതി. എനിക്ക് ഏതായാലും ഇളയതായാൽ മതി. അതാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഭാര്യ നോക്കിക്കോളും. നല്ലത്. മറ്റുള്ളവരെ നമ്മൾ ഇതിങ്ങനെയല്ല അതെങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് ശല്യപ്പെടുത്താൻ പോകരുത്. കൊള്ളാലോ. തിരിച്ച് അങ്ങനെ വേണം എന്നോട് പെരുമാറാൻ. ഇരുവരുടെയും സംസാരത്തിനിടയിൽ അമ്മ കയറി വന്നു. 2 കപ്പ് ചായ കൂടി കയ്യിലുണ്ടായിരുന്നു. കേട്ടോ കിരണേ, ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒടുക്കം പ്രായമായി പെണ്ണ് കിട്ടാതെ വരും. പെണ്ണ് കണ്ട് നടക്കാൻ അമ്മ എന്നെ പ്രതീക്ഷിക്കണ്ട. ആദ്യം എന്നെ വന്ന് കണ്ട് സംസാരിക്കണം, ഗോപൻ അമ്മയോട് പറഞ്ഞു. ഇൻ്റർവ്യൂ ആണോ നീ ഉദ്ദേശിക്കുന്നത്? ആൻറ്റി ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞ് പെണ്ണിനെ നോക്കി ഒരു പരസ്യം കൊടുക്ക്, കിരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഗോമതി അതും പറഞ്ഞ് ആ കപ്പുകൾ അവിടെ വെച്ചു. പിന്നെ അവിടെ നിന്നും പോയി. നിനക്ക് വീട്ടിലൊന്നും പോകണ്ടേ? ആകെ എനിക്ക് കിട്ടുന്ന ഒരു ദിവസം ഇന്നാണ്. അത് നശിപ്പിക്കാൻ ഓടി വന്നോളും. ഓ, ഞാൻ പൊയ്ക്കോളാം. കിരൺ ആ ഗ്ലാസ്സിലെ ചായ മുഴുവൻ കുടിച്ചു. പിന്നെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു ഗോപനെ കളിയാക്കൽ തുടർന്നു. ശാരിക വീണ്ടും നടന്നു. കുറച്ചു ദൂരം നീങ്ങി. കാലിന് നല്ല വേദനയുണ്ടായിരുന്നു. ശാരിക മോളെ, ആരോ അവളെ വിളിച്ചു. അവർ ഗോമതിയുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. അവൾ ഗേറ്റിലൂടെ അകത്തേക്ക് നോക്കി. ഗോമതി വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഇതെന്തു പറ്റിയതാണ് മോളെ? അവർ അവളുടെ വസ്ത്രം കണ്ട് ചോദിച്ചു. അവൾ അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. മഹി കാരണമാണെന്ന് അവൾ അവരോട് പറഞ്ഞില്ല. അതറിഞ്ഞാൽ ഗോമതി വിഷമിക്കും. അവരെ സങ്കടപ്പെടുത്താൻ ശാരിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവരോട് അവൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ശാരി ഒന്നും മിണ്ടാതെ നിന്നു. വാ, ഇത് കഴുകിയിട്ട് പോകാം. ഗോമതി അവളെ മുറ്റത്തേക്ക് കയറ്റി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ നിന്നും വെള്ളമെടുത്തു. അവർ സ്നേഹത്തോടെ അവളുടെ വസ്ത്രത്തിലെ അഴുക്കെല്ലാം കളഞ്ഞു കൊടുത്തു. നാളെ സൈറ്റ് കാണാൻ പോകണം, മറക്കല്ലേ. നീ പറഞ്ഞിട്ട് വേണോ ഞാൻ ഓർക്കാൻ? പൂവ്. കിരൺ പുറത്തേക്ക് ഇറങ്ങി. അവൻ ശാരികയെ കണ്ടു. ആരാടാ അത്? ഗോപനും അങ്ങോട്ട് നോക്കി. ഞാൻ പോകുക. ശരി. കിരൺ അവൻ്റെ ബൈക്കിൽ കയറി അവിടെ നിന്നും പോയി. ഗോപൻ അമ്മയെ നോക്കി തിണ്ണയെ തന്നെ നിന്നു. എങ്കിൽ ഞാൻ പോട്ടെ. അവൾ ഗോമതിയെ നന്ദിയോടെ നോക്കി. സൂക്ഷിച്ചു പോകണം. ശേഷം ശാരിക പതിയെ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. ഗോപൻ അത് അവിടെ നിന്നും നോക്കി നിന്നു. അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ പറഞ്ഞു, പാവം. അപ്പോഴേക്കും അവർ ഗേറ്റിന് അപ്പുറം നടന്നിരുന്നു. മഹി വന്നില്ലേ അമ്മേ? ലാപ്ടോപ്പായിട്ട് രാവിലെ ഇറങ്ങിപ്പോയതാണ്. വൈകിട്ട് എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എത്ര പറഞ്ഞാലും ഒരു ഉത്തരവാദിത്തമില്ലാത്ത. വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ അച്ഛനെപ്പോലെ ചെറിയ കാര്യത്തിന് അവനെ വഴക്ക് പറയാൻ പോകുന്നത് എന്തിനാ? എല്ലാവരും നിങ്ങളെപ്പോലെ ആകണോ? അമ്മയാണ് അവനെ ഇങ്ങനെ ആക്കുന്നത്, അവൻ അമ്മയോട് ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ വീടിൻ്റെ അകത്തേക്ക് പോയി. ഇങ്ങനെ ഒരെണ്ണം, അമ്മ അവനെ നോക്കി പറഞ്ഞു. മഹി അവിടെ നിന്നും ഓടിപ്പിടച്ച് വീട്ടിലേക്ക് വന്നു. അച്ഛൻ വന്നോ? അവൻ കിതച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു. നീ ഇതെവിടെയായിരുന്നു? അവൻ നല്ല ദേഷ്യത്തിലാണ്. അയ്യോ, ഞാൻ ലാപ്ടോപ്പ് കൊടുക്കാൻ മറന്നുപോയി. അതെൻ്റെ ബൈക്കിലുണ്ട്. ബൈക്ക് എന്തിയേ? പിന്നെ ഒന്നും പറയാൻ അവൻ നിന്നില്ല. ഒറ്റ ഓട്ടമായിരുന്നു പുറത്തേക്ക്. എടാ, ഞാൻ വേഗം വരാം. എല്ലാം കണക്കാ.